ഹലോ എവ്രി വൺ. നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഹബ്തേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ പീക്കോട്ട് റെയിൽ സ്റ്റേജ് 12 and 13 കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. ഹബ്തേൽ റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ സ്റ്റേഷനാണ്. നമ്മൾ രാവിലെ ഒരു 8 o'clock ആയതുകൊണ്ട് ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. നല്ല മലയുടെ നടുക്കായതുകൊണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ. അവർ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ അത് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. നമുക്ക് പോകേണ്ട ട്രെയിൻ ഇതാ വന്നേക്കുന്നു. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ഇനി ഇഡൽഗാഷിന റെയിൽവേ സ്റ്റേഷനാണ്. ഹബ്തേൽ ടു ഇഡൽഗാഷിന ഒരു 15 to 16 minutes ട്രാവൽ ടൈമേ ഉള്ളൂ. ടിക്കറ്റ് റേഞ്ച് 50 rupeesന് താഴെയാണ്. നമ്മൾ കേരളത്തിൽ ട്രെയിൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ കേരളത്തിലെ ട്രെയിൻ യാത്രകളൊന്നും മലമുകളിൽ കൂടെ അല്ല. ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, നമ്മൾ മലമുകളിൽ കൂടെയുള്ള ട്രെയിൻ യാത്രയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണിത്. സിനിമകളിലൊക്കെ കാണുന്ന മാതിരി ട്രെയിനിൻ്റെ സൈഡിൽ നിന്നിട്ട് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു വ്യൂ ആണിത്. അങ്ങനെ നമ്മൾ ഇഡൽഗഷിന റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങിയിട്ട് പിറകോട്ടാണ് നടക്കുന്നത്. റെയിൽവേ പാളത്തിലൂടെയുള്ള ഈ നടപ്പും ഈ ഒരു ഭംഗി അത് നിങ്ങൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. നമുക്കൊരു 1.5-2 കിലോമീറ്ററിനടുത്താണ് ഈ റെയിൽവേ പാലത്തിലൂടെയുള്ള നടപ്പ് തുടരേണ്ടത്. നമ്മളൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. നമ്മളെന്തായാലും നെക്സ്റ്റ് ട്രെയിൻ വരുന്നതിന് മുന്നേ നമ്മൾ ഈ റെയിൽവേ പാലത്തിലൂടെയുള്ള നടപ്പ് നമ്മൾ തീർക്കണം. നമ്മളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിന് ഇറങ്ങിയതും ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തതും. ഈ പോകുന്നത് എൻ്റെ ഇവിടുത്തെ ട്രക്കിംഗ് ഗൈഡാണ്. പുള്ളിയുടെ പേര് ദിനുക എന്നാണ്. പുള്ളി ഒരു സർട്ടിഫൈഡ് ഗൈഡാണ്. നമ്മളിപ്പോൾ ട്രക്ക് ചെയ്യുന്നത് തങ്കമല സാങ്ച്വറിയിലൂടെയാണ്. Thangamala Sanctuary is also known as Golden Mountain. ഈ സാങ്ച്വറി ആക്ച്വലി 131 hectares of protected area and which is established in 1938. ഈ ഒരു വാക്ക് ആക്ച്വലി ഇറ്റ്സ് ഫേമസ് ഫോർ പൈൻ ഫോറസ്റ്റ് വാക്ക്. ഹൈക്കിംഗ് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്ക് ഒരുപാട് പൈൻ ട്രീസ് കാണാൻ പറ്റും. നല്ല വലുപ്പത്തിലുള്ള പൈൻ ട്രീസ്, ഒരുപാട് പഴക്കം ചെന്ന പൈൻ ട്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഇതൊരു ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് റൂട്ടല്ല. എലിവേഷൻ അധികം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു ലെഷർ വാക്ക് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 6 kilometer ഉള്ളൂ ഈ ഒരു സ്റ്റേജിലെ വാക്ക്. ഇൻ ബിറ്റ്വീൻ വെള്ളം ഒഴുകുന്ന ചെറിയ അരുവികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സാങ്ച്വറിയിലൂടെയുള്ള വാക്ക് അത്രയും കാമായിട്ടുള്ള ഒരു പീസ്ഫുൾ വാക്കാണ്. ബേർഡ്സിൻ്റെ ഒച്ചയൊക്കെ കേട്ട് ഭയങ്കര കാമായിട്ട് നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളവിടുന്ന് ഹബ്തേൽ ടൗണിലെത്തിയിട്ട്
ലഞ്ചെല്ലാം കഴിച്ചു. ഒരു ടുക് ടുക്ക് എടുത്തിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ വണ്ടികളും റോഡ്സും സ്ഥലങ്ങളെല്ലാം വെരി സിമിലർ ടു കേരള. സോ നമ്മൾ ബസ് കയറി, നമ്മുടെ നാട്ടിലെ മാതിരി ഒരു പ്രൈവറ്റ് ബസ്സാണ്. സോ ഇത്രയും നേരം നമ്മൾ ഫോറസ്റ്റിലൂടെയാണ് പോയതെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ടീ പ്ലാന്റേഷൻസ് മിഡിൽ കൂടെയാണ് നമ്മൾ ട്രെക്കിങ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വയനാടോ മൂന്നാറോ ഒക്കെ പോകുന്ന മാതിരി തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് ഈ ബസ് പോകുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നല്ലൊരു യാത്രയാണിത്. ഇപ്പോൾ ഒരു ഉച്ചയായി, എന്നാലും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ചെറിയൊരു തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബസ് ഇറങ്ങി വീണ്ടും ഒരു ടുക് ടുക്ക് വിളിച്ചു. സോ ഒരു ഓഫ് റോഡ് ആണ് ഇനി പോകേണ്ടത്. ടീ പ്ലാന്റേഷൻ്റെ നടുവിലൂടെ ഓഫ് റോഡായിട്ടുള്ള ഒരു വഴി. നമുക്ക് പോകേണ്ടത് സെൻറ്റ് കാത്തറിൻ വില്ലേജിലോട്ടാണ്. ആക്ച്വലി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജും നമ്മൾ റിവേഴ്സാണ് ചെയ്യുന്നത്. വില്ലേജ് നമ്മൾ ചെയ്യുന്നത് ഫ്രം സെൻറ്റ് കാത്തറിൻ വില്ലേജ് ടു തൊട്ടിലക്കല എന്ന് പറഞ്ഞ ഒരിടത്ത്. സ്റ്റേജ് 13 നമുക്ക് ഓൾമോസ്റ്റ് 10 കിലോമീറ്ററാണ് കവർ ചെയ്യാനുള്ളത്. ഇതിപ്പം നമ്മൾ കറൻ്റ് നിൽക്കുന്നത് 1800 മീറ്ററിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് ചെറിയൊരു എലിവേഷൻ ഉണ്ട്. നമ്മളിവിടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ടീ പ്ലാന്റേഷൻ്റെ നടുവിലൂടെയുള്ള ഈ യാത്ര ഇത് തന്നെയാണ് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്റ്റേജ് 12 പൈൻ ഫോറസ്റ്റ് ത്രൂ ഉള്ള വാക്കാണെങ്കിൽ സ്റ്റേജ് 13 വരുന്നത് നമ്മുടെ ഈ ടീ പ്ലാന്റേഷൻസിൻ്റെ മിഡിലൂടെയുള്ള ഈ വാക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും. ഈ പീക്കോ ട്രെയിലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കാമായിട്ട് പീസ്ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്കിംഗ് ട്രെയിലാണിത്. ഇതിലൊരുപാട് എലിവേഷൻ ഗെയിൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് അല്ല ഇത്. ഈവൻ എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്കിംഗ് ട്രെയിലാണ്. നടക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ഹൈക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അധികം എലിവേഷൻ ഇല്ല, വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ടെറൈൻ അല്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്ന, ഇങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് പോകാൻ പറ്റുന്ന ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ട്രെയിനിലുടനീളം നിങ്ങൾക്ക് എസ്പെഷ്യലി ഈ തേയിലത്തോട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രാർത്ഥനകൾ നടത്തുന്ന, പൂജകൾ നടത്തുന്ന വിഗ്രഹങ്ങൾ ഇവർ വെച്ചിട്ടുണ്ടാവും. ഇത് ട്രെയിനിലുടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ ഇനി ചെന്നെത്തുന്നത്, ഈ ട്രക്കിങ്ങിൻ്റെ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് തൊട്ടിലകല ടീ ഫാക്ടറിയിലോട്ടാണ്. സോ എൻ്റെ ഗൈഡ് പറഞ്ഞു നമുക്കതിൻ്റെ ഉള്ളിൽ കാണണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ നമുക്ക് കയറി കാണാമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ചെറിയ എന്തോ ഒരു പേയ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ മതി. ഒഫീഷ്യലായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നതല്ല, അൺഒഫീഷ്യലായിട്ട് അവിടെയുള്ള ആൾക്ക് നമ്മൾ എന്തൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ടീ ഫാക്ടറിയുടെ ഉള്ളിൽ കയറി കാണാൻ പറ്റും. ഇതാണ് തൊട്ടിലകല ടീ ഫാക്ടറിയുടെ ഉൾവശം. നമ്മൾക്ക് കാണിച്ചു തന്നയാൾ ഇത് ടീ കളക്ഷൻ പ്രോസസ്സ് മുതൽ ടീ പൗഡർ ആകുന്നത് വരെയുള്ള പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമുക്കിതിൻ്റെ പുറത്ത് നമുക്ക് ടീ പൗഡർ സെല്ല് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു.
you.